ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കൊള്ളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ഉണ്ടാവും ഏകദേശം. അത് ചെറിയ പീസായിട്ടാണ് ഉള്ളത്, വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും നാരങ്ങ നീര്. അപ്പോൾ അത് മുഴുവനായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, എരിവ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എരിവ് എന്ന് പറയുന്നത് മക്കൾ കഴിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അവിടെ ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ 1/4 കപ്പ് ഇതേ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതെല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുക. വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ ഒന്ന് ചിക്കനിൽ ഒന്ന് വരയിട്ട് കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ഓരോന്നെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ചൂടിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് തിരിച്ചും മറിച്ചു വിട്ട് ഓരോ സൈഡും 10 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് ഉള്ളിൽ വെന്ത് കിട്ടുക. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഒന്ന് കുക്കാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും റെഡി ആയിട്ട് വേണം നമുക്കിനി ഇതെടുത്ത് മാറ്റാനായിട്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് 2 സൈഡും വെന്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ സോയ സോസൊക്കെ ചേർത്തുകൊണ്ട് ഇതിനൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു കളറിൽ തന്നെയാണ് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാവുക. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നല്ല മയണൈസിൻ്റെയും അതുപോലെ തന്നെ കുബൂസിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.